കിലോമീറ്ററുകൾ ഹൈറ്റുള്ള വലിയ തണ്ടർസ്റ്റോം മേഘങ്ങളിലാണ് കൂടുതലായും ഇടിമിന്നൽ നടക്കുന്നത്. സാധാരണ മേഘങ്ങളും ഇടിമിന്നൽ മേഘങ്ങളും മൂടൽ മഞ്ഞും എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അനിമേഷൻ്റെ സഹായത്തോടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മളൊരു നനഞ്ഞ തുണി ഉണക്കാനിട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് പൂർണ്ണമായും ഉണങ്ങാറില്ലേ? ഇവിടെ എന്താണ് നടക്കുന്നത്? എവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. ഇതേ പ്രവർത്തനമാണ് മേഘങ്ങൾ ഉണ്ടാകാനുമുള്ള തുടക്കം. സൂര്യൻ്റെ ചൂടേറ്റ് കടലിലെയും തടാകങ്ങളിലെയും പുഴകളിലെയും വഴിയിലെ വെള്ളക്കെട്ടുകളിലെയും എന്തിനധികം നമ്മൾ ഉണക്കാനിട്ട നനഞ്ഞ തുണിയിലെയും വെള്ളം ചൂടാകുന്നു. ഈ ജലതന്മാത്രകൾക്ക് കൂടുതൽ ഊർജം ലഭിക്കുമ്പോൾ അവ നീരാവിയായി വായുവിലേക്ക് കലരുന്നു. വെള്ളം വാതകമായി മാറുന്ന ഈ പ്രക്രിയയാണ് നമ്മൾ ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. വാതകങ്ങൾക്ക് ദ്രാവകങ്ങളെക്കാൾ ഭാരം കുറവായതുകൊണ്ട് ഈ നീരാവി ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നു. ഈ പ്രക്രിയ നമുക്ക് ചുറ്റും എല്ലാ ദിവസവും നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷം കൂടുതൽ കൂടുതൽ തണുപ്പുള്ളതായി മാറും. അതെന്താ അങ്ങനെയെന്നൊരു സംശയം തോന്നിയില്ലേ? പറയാം. അന്തരീക്ഷത്തിലെ ചൂടിൻ്റെ പ്രധാന ഉറവിടം സൂര്യനാണ്. എങ്കിലും സൂര്യപ്രകാശത്തിന് വായുവിനെ നേരിട്ട് കാര്യക്ഷമമായി ചൂടാക്കാൻ കഴിയില്ല. പകരം സൂര്യപ്രകാശത്തെ ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യുകയും പിന്നീട് ആ ഊർജം താപമായി പുറത്തുവിടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭൂമിയോട് ചേർന്നുള്ള വായു എപ്പോഴും കൂടുതൽ ചൂടോടെ ഇരിക്കുന്നതും മേലോട്ട് പോകുന്തോറും ചൂട് കുറയുകയും ചെയ്യുന്നത്. മാത്രവുമല്ല, ഭൂമിയുടെ ഉപരിതലത്തിനടുത്ത് മുകളിലുള്ള മുഴുവൻ വായുവിൻ്റെയും ഭാരമുള്ളതിനാൽ വായു കൂടുതൽ കംപ്രസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എയർ മോളിക്യൂൾസ് ഞെങ്ങി ഞെരുങ്ങിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചൂട് കൂടും. മേലേക്ക് പോകുന്തോറും പ്രഷർ കുറയും. അതുകൊണ്ട് തന്നെ ചൂട് കുറയുകയും ചെയ്യും. ഇനി നമ്മുടെ അന്തരീക്ഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചെറിയ പൊടിപടലങ്ങൾ, പുക, ഉപ്പിൻ്റെ അംശം, പൂമ്പൊടികൾ, കൂടാതെ ചില സൂക്ഷ്മാണുക്കൾ പോലുമുണ്ട്. ഇവയെ കണ്ടൻസേഷൻ ന്യൂക്ലിയെ എന്ന് വിളിക്കുന്നു. മുകളിലേക്ക് ഉയർന്ന വാട്ടർ വേപ്പർ തണുക്കുമ്പോൾ ഈ ചെറിയ പൊടിപടലങ്ങളുടെ സഹായം വേണം. ഈ കണികകൾക്ക് ചുറ്റും വാട്ടർ വേപ്പർ വന്ന് പറ്റിപ്പിടിക്കുകയും തണുപ്പ് കാരണം അവ വീണ്ടും ചെറിയ ജലത്തുള്ളികളായി മാറുകയും ചെയ്യുന്നു. വാട്ടർ വേപ്പർ ദ്രാവകമായി മാറുന്ന ഈ പ്രക്രിയയെ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നു. ഈ ജലത്തുള്ളികൾ വളരെ ചെറുതായിരിക്കും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവ വായുവിൽ ഒഴുകി നടക്കും. ഇങ്ങനെ ലക്ഷക്കണക്കിന് ചെറിയ ജലത്തുള്ളികൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ആകാശത്ത് ഒരു മേഘം രൂപപ്പെടുന്നത്. മേഘങ്ങൾ കാണാൻ പഞ്ഞി പോലെ ഭാരം കുറഞ്ഞതാണെന്ന് തോന്നുമെങ്കിലും അവ യഥാർത്ഥത്തിൽ വായുവിൽ ഒഴുകി നടക്കുന്ന മില്യൺസ് ഓഫ് ജലത്തുള്ളികളോ അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസോ ആണ്. മേഘങ്ങൾ എപ്പോഴും ആകാശത്ത് തന്നെ ഉണ്ടാകണമെന്നില്ല. ഭൂമിയോട് ചേർന്ന് മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ നമ്മൾ അതിനെ മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ ഫോഗ് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും മൂടൽ മഞ്ഞിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മേഘത്തിനുള്ളിലൂടെയാണ് നടന്നിട്ടുള്ളത്. ഇനി തണ്ടർസ്റ്റോം ക്ലൗഡ്സ് അല്ലെങ്കിൽ ഇടിമിന്നൽ ഉണ്ടാകുന്ന മേഘങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു വളരെ വേഗത്തിൽ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി മേലെ എത്തുമ്പോൾ തണുക്കുകയും കണ്ടൻസേഷൻ നടന്ന് വലിയ മേഘങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇവിടെ അപ്ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ മുകളിലേക്കുള്ള വായുപ്രവാഹം അതിശക്തമായതുകൊണ്ട് തന്നെ വലിയ ഉയരത്തിൽ വളരെ വേഗത്തിൽ മേഘം രൂപപ്പെടുന്നു. ഇത്തരം മേഘങ്ങളെ തണ്ടർസ്റ്റോം ക്ലൗഡ്സ് അല്ലെങ്കിൽ ക്യുമുലോനിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നു. ചില തണ്ടർസ്റ്റോം മേഘങ്ങൾക്ക് 10 കിലോമീറ്ററിൽ കൂടുതൽ ഒക്കെ ഉയരമുണ്ടാകാം. ഇങ്ങനെ രൂപപ്പെടുന്ന വലിയ മേഘങ്ങൾക്കുള്ളിലാണ് കൂടുതലായും ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാകുന്നത്. മേഘങ്ങൾ എങ്ങനെയാണ് മഴയും മഞ്ഞും ഇടിയും മിന്നലും ഒക്കെയായി മാറുന്നത് എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനലിൽ കാണാൻ കഴിയുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിൻ്റെ ആനിമേറ്റഡ് സിമ്പിൾ എക്സ്പ്ലനേഷനുമായി വീണ്ടും കാണാം. ബൈ.